നമസ്തേ, മുഹൂർത്തം ചാനലിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ശനിയുടെ ദശാകാലമാണ് പറയുന്നത്. ശനിയുടെ ദശാകാലം, ശനി എന്നുവെച്ചാൽ 19 വർഷമുണ്ട്. 19 വർഷവും ശനിയുടെ ദശയാണ്, വലിയൊരു ദശയാണ് നമുക്ക്. ഈ ശനിയില് കുറേയധികം ദോഷങ്ങളും കുറേയധികം നല്ല ഗുണങ്ങളും ഉള്ള ഒരു ദശാനാഥനാണ് ശനി. ശനീശ്വരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇങ്ങനെ കൃത്യനിഷ്ഠതയാണ് ആൾക്ക് എപ്പോഴും. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് വളരെ കൃത്യനിഷ്ഠതയായിരിക്കും. അതിലെ ചതിവോ കള്ളമോ ഒക്കെ കാണിച്ച ശനി അതിൻ്റെ അപ്പുറത്ത് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ഓരോന്ന് അനുഭവങ്ങൾ കാണിച്ചു തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനീശ്വരൻ. അപ്പൊ നമുക്ക് ഈ വ്യാഴം 16 വർഷം കഴിഞ്ഞിട്ട് എന്നിട്ട് വരുന്നതാണ് ഈ ശനിയിലേക്ക്. അപ്പൊ ശനിയില് നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കണം. ഓരോ രൂപയും എടുത്ത് ചെലവാക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെലവാക്കേണ്ട ഒരു കാലഘട്ടമാണ് ശനിയിൽ. എന്നുവെച്ചാൽ ശനി ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഫലം തരുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ ഓടി നടക്കണം. നമ്മൾ ഒരേ ജോലിക്ക് 10 പ്രാവശ്യം പോകേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് അതിലൊരു ക്ഷമ വേണം. ക്ഷമ എത്രയധികം ഇൻസൾട്ടിങ് കിട്ടും. എവിടെ പോകുമ്പോഴും നമുക്ക് ഇൻസൾട്ടാണ് കിട്ടുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ എത്ര നന്നായി ചെയ്താലും എന്തെങ്കിലും ഒരു കുറവ് പറഞ്ഞ് നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അപ്പൊ കൂടുതൽ ഇൻസൾട്ടിങ് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ശനിദശയായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇൻസൾട്ടിങ് കിട്ടുന്നത്. അപ്പോൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, അത് ഇതിലൊന്നും ഞാൻ പോയി പെടില്ല. നമ്മുടെ മനസ്സ് ഇത്തിരി കൂടി സ്ട്രോങ് ആക്കി വെക്കും. നാളെയും ഞാൻ പോവും അവിടെ. ഇപ്പൊ നമ്മളെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നാളെ വാ, മറ്റന്നാൾ വാ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ പോവാതെ ഇരിക്കും. അങ്ങനെയല്ലാതെ നമ്മൾ വീണ്ടും പോയി നമ്മുടെ കാര്യം സാധിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് നാള് ശനിയുടെ അപഹാര കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ശനി. അപ്പൊ അങ്ങനെ നമ്മൾ എവിടെ വരെ പോകുന്നു എന്ന് നോക്കുന്ന ഒരു ഗ്രഹമാണ്. നമ്മളെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വീണ്ടും നമ്മൾ ജോലിക്ക് പോകുന്നു, നേരത്തെ എണീക്കുന്നു. ശനി എപ്പോഴും ഒരു റൂമിൽ കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. അലസത ഉണ്ടാക്കും. അത് 4-ലൊക്കെയാണ് ശനി നിൽക്കുന്നത് വെച്ചാൽ ശരിക്കും ഉറക്കാണ് നമുക്കുണ്ടാക്കുക. അപ്പൊ ആ സമയം മനസ്സിലാക്കണം. നമ്മൾ ശനീശ്വരൻ 4-ലാണ് നിൽക്കുന്നത്, ഇങ്ങനെ കിടന്നുറങ്ങിയാൽ ശരിയാവില്ല, നമ്മൾ എണീക്കണം. അങ്ങനെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ 2.5 വർഷം, അതായത് ശനിയുടെ അപഹാര കാലഘട്ടത്തിൽ നമ്മൾ ഓടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ശനി പിന്നെ തരുന്നത് അത്ഭുതമായ ഫലങ്ങളാണ്. ഈ 2.5 വർഷം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പിന്നീട് ആള് തന്നെ നമുക്ക് പുതിയ വഴികൾ കാണിച്ചു തരും. ആ ശനിയിൽ നേടാവുന്നതിന്റെ എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ് ശനി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ തമിഴ്നാട്ടിലൊക്കെ പറയാ ശനിദശ വന്നാൽ പെരുപ്പിക്കുന്ന പറയാ. നമുക്കുള്ള ധനത്തേക്കാൾ കൂടുതൽ ഉണ്ടാക്കി തരുന്നൊരു ഗ്രഹമാണ്. പിന്നെ അതേപോലെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ശനിയുടെ ദശയുടെ അവസാന ഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് പോവില്ല. രാഹുദശയിലാണ് അങ്ങനെ. രാഹുദശയിൽ രാഹു തരുന്ന എല്ലാ ഗുണങ്ങളും അത് പോകുന്ന പോക്കിൽ നമ്മളെ തളർത്തിക്കെടുത്തിട്ടേ പോവുള്ളൂ. പക്ഷെ ശനി അങ്ങനെയല്ല. ശനി നമ്മളെ കൊണ്ട് ആദ്യം ഭയങ്കരമായ കഠിനമായ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കും. പ്രയത്നിക്കുക, അതായത് ധാർമ്മികമായ രീതിയിൽ പ്രയത്നിച്ച് കിട്ടിയ സമ്പത്ത് പിന്നെ നമുക്ക് കാണിച്ചു തരുന്നൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റികളൊക്കെ നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനും അറിഞ്ഞ് പ്രവർത്തിക്കാനും ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശനീശ്വരൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർ ചെയ്യുക. ആദ്യത്തെ ചിലവർക്ക് ഒരു 9 വർഷം ഭയങ്കര ഇൻസൾട്ടിങ് ഉണ്ടായിരിക്കാം. ചിലവർക്ക് ആദ്യത്തെ ഒരു 9 വർഷം ഏറ്റവും നല്ലതായിരിക്കും തരിക. അപ്പോൾ ഏറ്റവും നല്ലത് തരുമ്പോഴും ഇൻസൾട്ട് തരുമ്പോഴും ഒക്കെ നമ്മൾ ശനിയുടെ ദശാകാലത്ത് വളരെ ശ്രദ്ധിച്ചാൽ മതി. ശനിയാണ് പിന്നെ രോഗങ്ങൾ ഉണ്ടാക്കൂട്ട. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയായാലും നമ്മുടെ കയ്യിന് കാലിന് ഒക്കെ വേദനകളൊക്കെ വരുത്തും. നല്ല ഉറപ്പോടുകൂടി, അതായത് ബോൺസ് എല്ലുകൾക്കൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കും, ഞരമ്പിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതിനൊക്കെ നമ്മളെപ്പോഴും നന്നായി പണിയെടുക്കുക. ഇതിൽ പറമ്പൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ഇത്തിരി നേരം അവിടെ പോയിട്ട് പണിയെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ആളാണ് ശനി. അപ്പോൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു ഏത് കർമ്മത്തിലാണെങ്കിലും, ഇപ്പൊ ഒരു കൈക്കോട്ടുകളാന്ന് മാത്രമല്ല വേറെ ഇപ്പൊ നല്ലൊരു ജോലിയാണെങ്കിൽ പോലും അവര് ഏറ്റവും നന്നായിട്ട് 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആകെ 4 മണിക്കൂർ മാത്രമേ, അതിൽ 20 മണിക്കൂറും നമ്മൾ വർക്ക് ചെയ്തിട്ട് 4 മണിക്കൂർ മാത്രമേ നമുക്ക് ഉറങ്ങാൻ പാടുള്ളൂ. അത്രയും കെയർഫുൾ ആയിട്ട് ആദ്യത്തെ 2.5 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ ശനി ഇങ്ങനെ നമുക്ക് അത്ഭുതങ്ങളാണ് കൊണ്ടുവന്ന് തരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ കേസ്, കോടതി, മറ്റുള്ള വെറുതെ അനാവശ്യമായിട്ട് ഒരു കൂട്ടുകെട്ടിലും പോയി പെടരുത്.
കുറച്ച് നാള് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശനി തരുന്ന അത്ഭുതമായിട്ടുള്ള ഫലങ്ങൾ നമുക്കുണ്ട്. അതിൽ ദോഷങ്ങളാണ് ഞാൻ പറഞ്ഞത്. രോഗങ്ങൾ ഉണ്ടാക്കും, പിന്നെ അതേപോലെ കേസ് ഉണ്ടാക്കും, കോടതി ഉണ്ടാക്കും. അതൊക്കെ നമ്മൾ അറിയണം. നമ്മൾ ഇന്നത് പോയാൽ ഇന്നത് ഉണ്ടാവും. ആ തിരിച്ചറിവ് ഉണ്ടാക്കി തരും, ആളെന്നെ തിരിച്ചറിവ് ഉണ്ടാക്കി തരും. നമ്മൾ അത് പോവാതിരിക്കുക. അതിനാണ് ദൈവാധീനം വേണമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശിവന് പിൻവിളക്ക് മുൻവിളക്ക് ധാര കൊടുക്കുക. പിന്നെ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ഉപാസനാമൂർത്തി, ഇപ്പൊ എല്ലാവർക്കും സഹസ്രനാമം ശിവന്റെ ഒന്നും ജപിക്കാൻ കുറവാണല്ലോ. അപ്പൊ അതൊന്നല്ലെങ്കിലും നിങ്ങളുടെ ഉപാസനാമൂർത്തി ഏതാണോ അവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ ശനി കൊടുന്നു തരും. ശനിയുടെ 19 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഉണ്ടാക്കിയ സമ്പത്ത് എവിടെയും പോവാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും. അതാണ് ശനിയുടെ ധർമ്മം.